നമുക്ക് അപരിചിതമായിട്ടുള്ളൊരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റാറുണ്ട്. എന്നും പറഞ്ഞ് ആ വഴി അവിടെ അവസാനിക്കുന്നുമില്ല, നമ്മുടെ യാത്ര അവിടെ അവസാനിക്കുന്നുമില്ല. വഴി തെറ്റിയെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ശരിയായ വഴിയിലൂടെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, നമ്മളും അവസാനിക്കുന്നില്ല, ഈ ലോകവും അവസാനിക്കുന്നില്ല. പിന്നെ എന്തിനാവശ്യമില്ലാത്തൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാത്തത് ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ സമയം കളയുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും പാടില്ല. ഒരു തീവണ്ടി കാണാത്ത ഒരു ഗ്രാമത്തിലെ ഒരാൾ ആദ്യമായിട്ട് തൻ്റെ പുത്രൻ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ആ കുട്ടിക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളൊക്കെ വലിയൊരു ഭാണ്ഡക്കെട്ടിലാക്കി തീവണ്ടി യാത്രയ്ക്കായി തയ്യാറെടുത്തു. തീവണ്ടി ആദ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. തീവണ്ടിക്കകത്ത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി കയറി പറ്റുകയും ചെയ്തു. അദ്ദേഹം നോക്കിയപ്പോൾ എല്ലാവരും സീറ്റുകളിലിരിക്കുന്നു. ഒരുപാട് ലഗേജുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഭാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ വണ്ടി എങ്ങനെ ഓടും? അദ്ദേഹത്തിൻ്റെ ചിന്ത ഏതായിരുന്നു? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭാരക്കെട്ട് അദ്ദേഹത്തിൻ്റെ തലയിലെടുത്ത് വെച്ചു. കാരണം ഈ വണ്ടി ഇത് താങ്ങുമോ എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ. ഇത് കണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ വണ്ടി എങ്ങനെ ഈ ഭാരങ്ങളുമായിട്ട് ഇത്രയും ദൂരം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, നമ്മളെയും ഈ ലഗേജുകളെയും എല്ലാം വഹിച്ചു കൊണ്ടുപോകുന്നത് തീവണ്ടിയുടെ മുമ്പിലുള്ള എഞ്ചിനാണ്. ഇദ്ദേഹം ഈ ഭാരം ഇവിടെ താഴെ ഇറക്കി വെക്കൂ. ഈ വണ്ടി നിർത്തുന്നിടം വരെ, നിങ്ങൾക്ക് ഇറങ്ങുന്നിടത്ത് വരെ നിങ്ങൾ ഈ ഭാരം കയറ്റിക്കൊണ്ട് എന്തിനാണ് പോകുന്നത്? അതിവിടെ താഴെ വെച്ചേക്കൂ. അങ്ങനെ അദ്ദേഹം താഴെ വെച്ച് മറ്റുള്ള യാത്രക്കാരുടെ കൂടെ സുഖമായിട്ട് യാത്ര ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ഇതാണ്. നമുക്കൊരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ പ്രശ്നമാകുന്നുള്ളൂ. അത് ചിന്തിച്ച് ഇങ്ങനെ നമ്മുടെ സമയം ഭാരവും കളയേണ്ട ആവശ്യമില്ല. ഈ നിമിഷത്തിൽ ജീവിക്കൂ. ആ പ്രശ്നം നമ്മളെ ആവശ്യമില്ലാതെ നമ്മളെ കൊണ്ടുപോകുന്നു. അത് വീണ്ടും നമുക്ക് പ്രശ്നമാകുന്ന സമയത്ത് നമ്മൾ അതിനെ നേരിട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളുടെ കർമ്മങ്ങൾ, നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ദൈനംദിനം ചെയ്തു കൊണ്ടുപോകുക. എല്ലാം